ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് പുറത്തേക്ക് പോകുന്നത് കണ്ട് രാജീവ് പറയുന്നു, ഡ്രൈവർ ഇങ്ങോട്ട് വരണം. പണി കിട്ടിയെന്ന് പറഞ്ഞ് സുധീഷ് അരികിലേക്ക് ചെല്ലുമ്പോൾ രാജീവ് പറയുകയാണ്, ഞാൻ നിന്നെ വിളിച്ചതേ ഡ്രൈവർ എന്നാ. കൃത്യമായിട്ട് എന്റെ മുന്നിൽ വന്ന് നിന്നു. എത്രയൊക്കെ മാറ്റിയെടുക്കാൻ നോക്കിയാലും അടിസ്ഥാനപരമായിട്ട് നീ അതാ. ഇത്രയൊക്കെ ആവാനേ കഴിയുകയുള്ളൂ. മാഡത്തിന് കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിൽ പോണം. സൂക്ഷിച്ചു പോയിട്ട് കൊണ്ടുവിട്ടിട്ട് വാ. എന്താ നോക്കുന്നത്? നീ ഡ്രൈവർ തന്നെയല്ലേ? ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ഹേമ അകത്തേക്ക് പോവുകയാണ്. അരുൺ പറയുന്നു, അച്ഛാ ഇവന് ഒരാഴ്ചത്തെ സമയം കൊടുത്തിരിക്കുന്നു. 2 ദിവസം കൊണ്ട് ഇവൻ ഓടിപ്പോകും. അരുൺ ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കുമ്പോൾ രാജീവ് പറയുകയാണ്, ഞാൻ ആരാണെന്നറിയാതെയാ നീ എന്നെ വെല്ലുവിളിച്ചത്. ഞാൻ നിന്നെ ഇപ്പം എന്റെ വീട്ടിലെ ഡ്രൈവറാക്കിയത് കണ്ടോ? ഇത് വെറും തുടക്കമാ. വളരെ പെട്ടെന്ന് തന്നെ നിധി നിന്നെ വേണ്ടാന്ന് വെച്ച് വലിച്ചെറിയും. പിന്നെ ഞങ്ങളുടെ മകൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകും. നീ തെരുവിലൂടെ നടന്ന് പിച്ചെടുക്കും. അതും ഞാൻ കാണും. മോളെയും കൂട്ടി ഹേമ അവിടേക്ക് വരുമ്പോൾ കീ സുധീഷിന്റെ അരികിലേക്ക് ഇറങ്ങി കൊടുത്തുകൊണ്ട് രാജീവ് പറയുന്നു, ഡ്രൈവർ സൂക്ഷിച്ചു കൊണ്ടുപോകണം. താഴെ വീണ് താക്കോല് സുധീഷ് എടുക്കുമ്പോൾ രാജീവ് പറയുകയാണ്, മിസ് ചെയ്തല്ലോ സുധീഷെ. പോ. കീയും എടുത്ത് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ രാജീവേട്ട ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് മോളെയും കൂട്ടി പിന്നാലെ പോവുകയാണ് ഹേമ. അവർ കാറിൽ കയറി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ജോലി കഴിഞ്ഞ് ടിറ്റോയും ചന്തുവും ഞങ്ങൾ ഇറങ്ങട്ടെ ആശാനെന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, എവിടെ പോവാ? വണ്ടികളെല്ലാം എടുത്ത് അകത്ത് വെക്ക്. ഇത് കേട്ട് അവർ വണ്ടികളൊക്കെ അകത്തേക്ക് എടുത്തു വെക്കുമ്പോൾ സ്കൂട്ടർ തള്ളിക്കൊണ്ട് അവിടേക്ക് വരികയാണ് നീതു. എന്താ നീതു വണ്ടി തള്ളിക്കൊണ്ട് വരുന്നതെന്ന് ചന്തു ചോദിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലെന്ന് പറയുകയാണ് നീതു. അവൾ ടിറ്റോ പറയുകയാണ്, സ്റ്റാർട്ട് ആകുന്നില്ലെന്നോ? ഇപ്പോഴല്ലേ വണ്ടി സർവീസ് കഴിഞ്ഞ് കൊണ്ടുപോയത്, അതിനുള്ളിൽ എന്ത് പറ്റി? അവൾ നീതു പറയുകയാണ്, അത് സർവീസ് ചെയ്ത നിങ്ങളല്ലേ പറയേണ്ടത്. ആ രീതിയിലായിരിക്കും നിങ്ങൾ സർവീസ് ചെയ്തത്. നിങ്ങളെ വിശ്വസിച്ച് എടുത്തോണ്ട് പോയ ഞാൻ പാതി വഴിയിൽ വണ്ടി തള്ളിക്കൊണ്ടുവരേണ്ട അവസ്ഥയായി. കട അടയ്ക്കാൻ പോവുകയാണല്ലോ എന്ന് ചന്തു പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, കടയൊന്നും അടയ്ക്കാറായിട്ടില്ല, കുറച്ച് സമയം കൂടിയുണ്ട്. ടിറ്റോ പറയുന്നു, ഓ ശരി അച്ഛന് രാത്രി സമയമാണ്. നീതുവിന്റെ അച്ഛൻ കണ്ട പിന്നെ അത് വലിയ പ്രശ്നമാകും. അധിക നേരം നിന്ന് സംസാരിക്കണ്ട. അതൊക്കെ അറിയാം, നിങ്ങൾ പൊയ്ക്കോന്ന് ഹരീഷ് പറയുമ്പോൾ ചന്തു പറയുകയാണ്, നീതു അടുത്ത പ്രാവശ്യം വണ്ടി ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അപ്പൊ ശരിയാകും. അങ്ങനെ ചന്തുവും ടിറ്റുവും ബൈക്കിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ പുഞ്ചിരിച്ച ഹരീഷിനെ നോക്കുകയാണ് നീതു. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നു, വണ്ടിക്ക് ശരിക്കും പ്രശ്നമുണ്ടോ? ഇത് കേട്ട് നീതു പറയുന്നു, അങ്ങനെയൊന്നുമില്ല. ഹരീഷ് രാവിലെ 1 മണിക്കൂർ സമയമെടുത്ത് ഒരു വാക്ക് ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാൽ ഒരു ദിവസം എടുത്താലും നമ്മൾ ഒരു വാക്ക് പോലും സംസാരിക്കില്ല. അതുകൊണ്ടാ നേരിൽ വന്ന് സംസാരിക്കാമെന്ന് കരുതിയത്. ഒരു ഗുഡ് മോർണിംഗ് അയച്ചാൽ റിപ്ലൈ ചെയ്യാൻ എത്ര സമയം എടുക്കുന്നത്? അതൊന്നും എനിക്ക് ശീലമില്ലല്ലോ എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയുകയാണ്, ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുക. പുഞ്ചിരിച്ച ഹരീഷ് പറയുന്നു, അതെ അതെ. അപ്പോൾ നീതു പറയുകയാണ്, ഹരീഷ് നീ എന്നോട് ഇങ്ങനെയാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നിന്നെ വിശ്വസിക്കാമല്ലോ അല്ലേ? എങ്ങനെ നിനക്ക് പെട്ടെന്ന് എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയത്? എങ്ങനെയാവുന്നു അതെനിക്ക് അറിയില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയുകയാണ്, നീ അന്ന് എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, അതിനുശേഷം നമ്മൾ രണ്ടുപേരും കൂടി ശരിയാവില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അവിടെ വെച്ച് എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചു. പക്ഷേ ഇത് അവസാനമല്ല തുടക്കമായിരുന്നു എന്ന് ഇപ്പോഴാ മനസ്സിലായത്. നിന്നെ എനിക്ക് വിശ്വസിക്കാമല്ലോ. അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, പെട്ടെന്ന് പഴയതുപോലെ എങ്ങാനും ആയാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. എപ്പോഴും എന്നോട് ദേഷ്യത്തിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ നന്നായി സംസാരിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ തമ്മിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാ എനിക്ക് വല്ലാത്ത ദേഷ്യം വരും. പുഞ്ചിരിച്ച ഹരീഷ് ചോദിക്കുന്നു, ഞാൻ അങ്ങനെ പറയുമോ? പറയാൻ പാടില്ലെന്നാ പറഞ്ഞതെന്ന് നീതു പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ഹരീഷ് പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. നീതു ചോദിക്കുന്നു, അപ്പോ നിനക്കെന്നോട് ലവ് ഉണ്ടല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ? ശരി ഞാൻ പോവാ. അങ്ങനെ നീതു അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഹരീഷ് പറയുകയാണ്, നീതു പോകല്ലേ. അതെന്താ ഞാൻ പോകണ്ടേ എന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഞാനും വരുവാ. നീ എന്തിനാ വരുന്നതെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, നിന്റെ വീട് വരെ വന്ന് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നീതു പറയുകയാണ്, എന്റെ വണ്ടി ഉണ്ടല്ലോ, ഒരു ദിവസം ഞാൻ നിന്റെ പിന്നിലിരുന്ന് വണ്ടിയിൽ വന്നു എന്ന് കരുതി എന്നും അങ്ങനെ വരണോ? ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, ഞാൻ എന്റെ വണ്ടിയിൽ നിന്നെ കൊണ്ടുപോകാന്നൊന്നും അല്ല പറഞ്ഞത്. നീ നിന്റെ വണ്ടിയിൽ പോ, ഞാൻ പിന്നാലെ എന്റെ വണ്ടി വരാം. ഇത് കേട്ട് നീതു പറയുന്നു, ഓ അങ്ങനെ ശരി ശരി. അപ്പോൾ ഹരീഷ് പറയുകയാണ്, ഞാൻ കട അടച്ചിട്ട് വരാം. അങ്ങനെ ഹരീഷ് നീതുവിന്റെ സ്കൂട്ടറിന്റെ പിന്നാലെ ബൈക്കിൽ പോവുകയാണ്. നീതു പുഞ്ചിരിച്ച് ഹരീഷിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഹരീഷും പുഞ്ചിരിച്ച് നീതുവിനെ തന്നെ നോക്കുകയാണ്. പെട്ടെന്ന് നീതു മനസ്സിൽ പറയുകയാണ്, ഇവൻ എന്നോട് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഭയങ്കര നന്നായി സംസാരിച്ച് ആ ചോദ്യം ഞാൻ മറക്കുന്ന രീതിയിലാക്കിയെടുത്തു. ഹരീഷ് ബൈക്ക് മുന്നിലേക്ക് കയറ്റി നിർത്തുമ്പോൾ നീതു ചോദിക്കുന്നു, എന്താ ഇവിടെ നിന്നത്? അപ്പോൾ ഹരീഷ് പറയുകയാണ്, ഇവിടുന്ന് തിരിഞ്ഞാൽ നിന്റെ വീടെത്തും. അവിടെ ആരെങ്കിലും കണ്ടാ പിന്നെ പ്രശ്നമാകും. അതാ ഇവിടെ തന്നെ നിൽക്കുന്നത്. പുഞ്ചിരിച്ച് നീതു പറയുകയാണ്, വീട്ടിൽ വന്ന് പറഞ്ഞിട്ടേ പോകുമെന്നാ ഞാൻ വിചാരിച്ചത്. അതിനിയും സമയമുണ്ട്. ശരി സൂക്ഷിച്ചു പോകുന്ന ഹരീഷ് പറയുമ്പോൾ പുഞ്ചിരിച്ച് ഹരീഷിനെ ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് നീതു. ഹരീഷ് പുഞ്ചിരിച്ച് നീതു പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ നീതു തിരിഞ്ഞ് ഹരീഷിനെ നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാജീവും അരുണും സുധീഷും നിധിയും എല്ലാം ഭക്ഷണം കഴിക്കുകയാണ്. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ഹേമ. രാജീവ് പറയുന്നു, ഹേമേ സുധീഷിന് വിളമ്പി കൊടുക്ക്. കഴിക്ക് സുധീഷ് എന്ന് പറഞ്ഞ് ഹേമ സുധീഷിന് കറികൾ വിളമ്പി കൊടുക്കുമ്പോൾ നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ്. കഴിക്ക് സുധീഷ് എന്ന് രാജീവ് പറയുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്താ ഒരു അഭിനയം. അപ്പൊ രാജീവ് പറയുന്നു, സുധീഷെ നന്നായിട്ട്
കഴിക്ക്. ഇവിടുന്ന് പോകുമ്പോൾ 1 കിലോ കൂടണം. ഇത് കേട്ട് സുധീഷ് പുഞ്ചിരിക്കുമ്പോൾ ചിക്കൻ കറി സുധീഷിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കറി വിളമ്പി കൊടുക്കുകയാണ് നിധി. മതി നിധി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, കഴിക്ക് സുധീഷ്, അമ്മ നന്നായി ഉണ്ടാക്കും. അമ്മയുടെ ചിക്കൻ കറി സൂപ്പറാ. സുധീഷ് പുഞ്ചിരിച്ച സ്നേഹത്തോടുകൂടി നിധിയെ ഒന്ന് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. രാജീവ് ചോദിക്കുന്നു, സുധീഷ് എത്ര കാലമായി ഡ്രൈവറായി ജോലി ചെയ്യുന്നു? 10 വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്നുണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ രാജീവ് പറയുകയാണ്, അപ്പം കോളേജ് കഴിഞ്ഞ ഉടനെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയല്ലേ? സുധീഷ് ദേഷ്യത്തോടുകൂടി രാജീവിനെ നോക്കുമ്പോൾ രാജീവ് പറയുകയാണ്, തെറ്റിദ്ധരിക്കേണ്ട സുധീഷ്, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ, കോളേജ് കഴിഞ്ഞ ഉടനെ ട്രാവൽസിൽ ജോയിൻ ചെയ്തതാ. അരുൺ ചോദിക്കുകയാണ്, നിധി, സുധീഷ് ട്രാവൽസിൽ ജോലി ചെയ്യുന്ന കാര്യം കല്യാണത്തിന് മുമ്പേ അറിയാമായിരുന്നു നിധിക്ക്? പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാന്ദ്ര ചുമക്കുകയാണ്. സാന്ദ്ര എന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, അറിയാമായിരുന്നു ഏട്ടാ, സുധീഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാജീവ് ചോദിക്കുന്നു, എന്നും ഡ്രൈവറായിട്ട് ജോലി ചെയ്താൽ മതിയോ സുധീഷ്? ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്നതല്ലേ നല്ലത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, ബിസിനസ് ഐഡിയാസ് ഒക്കെ ഒരുപാടുണ്ട്, പക്ഷെ അതിനെല്ലാം കുറച്ച് ഫൈനാൻസ് വേണം. അതൊക്കെ റെഡിയാക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇപ്പൊ ഉള്ളത് വെച്ച് ഞാൻ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ബിസിനസ് ചെയ്യണം, ഒരുപാട് സമ്പാദിക്കണമെന്നൊന്നും ഇപ്പൊ ഇല്ല. ജീവിതം നന്നായിട്ട് പോകുന്നുണ്ട്, പതിയെ സമ്പാദിക്കാമല്ലോ. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, സുധീഷ്, ഇതൊക്കെ ഒരു ബാച്ചുലറിന് പറയാൻ പറ്റും, പക്ഷെ ഒരു കുടുംബസ്ഥൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമുക്കിവിടെ ഒരുപാട് ബിസിനസ്സുകളുണ്ട്, നോക്കി നടത്താൻ ആളേ ഇല്ല. ഇവിടെ എല്ലാ ബിസിനസ്സും നോക്കി നടത്താൻ ഞാനും അരുണും കൂടി കഷ്ടപ്പെടുക. ഏതെങ്കിലും ഒന്ന് സുധീഷ് ഏറ്റെടുക്ക്, എന്നിട്ട് ഇവിടെ തന്നെ താമസിച്ച് അത് നോക്കി നടത്തട്ടെ. ഇത് കേട്ട് സുധീഷ് രാജീവിനെ നോക്കുമ്പോൾ നിധി സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. രാജീവ് ചോദിക്കുന്നു, എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, അതെങ്ങനെയാച്ചാ സുധീഷ് ഇവിടെ താമസിച്ച് ബിസിനസ് നോക്കുന്നത്? അതെന്താ മോളെ, സുധീഷ് ഇവിടെ താമസിച്ചാൽ എന്താ കുഴപ്പമെന്ന് രാജീവ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അച്ഛാ, സുധീഷിന് അവിടെ ഒരു കുടുംബമുണ്ട്, ജോലിയുണ്ട്, എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് സുധീഷ് എങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? ഇത് കേട്ട് രാജീവ് ചോദിക്കുകയാണ്, ഓ അങ്ങനെയാണോ, ശരി വേണ്ട. അപ്പോ തിരുവനന്തപുരത്ത് തന്നെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ? അവിടെ ബിസിനസ് ചെയ്യണമെന്ന് ഞാനും ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു. സുധീഷ് നോക്കി നടത്താമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ എന്തെങ്കിലും തുടങ്ങാലോ. സുധീഷ് എന്ത് പറയുന്നു? ഒന്നുപതിരെ സുധീഷ് പറയുകയാണ്, വേണ്ട, എനിക്ക് ബിസിനസ് ഒന്നും ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല, കൂടുതലായൊന്നും അതിനെപ്പറ്റി അറിയുകയില്ല, തെറ്റിദ്ധരിക്കല്ലേ. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും അല്ല സുധീഷ്. ഞാനെന്താ ജനിച്ചപ്പോൾ തന്നെ ബിസിനസ് പഠിച്ചിട്ടാണോ വന്നത്? ബിസിനസ് ആകുമ്പോൾ നഷ്ടമൊക്കെ വരും, നഷ്ടങ്ങളിലൂടെയാണ് നമ്മൾ ബിസിനസ് പഠിക്കുന്നത്. സുധീഷിന് എന്ത് സപ്പോർട്ടിനും ഞാനുണ്ട്, എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാ. എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് സുധീഷ് തന്നെ പറഞ്ഞു, അത് ഞാൻ തുടങ്ങിത്തരാം. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, കുറച്ചുനാൾ കഴിയട്ടെ, അതിനുശേഷം നോക്കാം. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, സുധീഷിന് പറയാൻ മടിയാണെന്ന് തോന്നുന്നു, നിധിയുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഞാനുണ്ട്, ഞാനെല്ലാം നോക്കിക്കോളാം. ധൈര്യമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങും സുധീഷ്. രാജീവിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇയാൾ ആരാ, എന്തൊരു അഭിനയ, ഇയാൾക്ക് വല്ല അവാർഡും കിട്ടുമോ? രാജീവും അരുണും ഹേമയും സാന്ദ്രയും എല്ലാം സന്തോഷത്തോടുകൂടി നിധിയോടും സുധീഷിനോടും സംസാരിക്കുകയാണ്. നിധി ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കുമ്പോൾ പുഞ്ചിരിച്ച് നിധി ഒന്ന് നോക്കിയിട്ട് അവരുടെ ഒപ്പം സന്തോഷത്തോടുകൂടി സംസാരിക്കുകയാണ് സുധീഷ്. രാജീവും സുധീഷും ദേഷ്യത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. തുടർന്ന് റൂമിലേക്ക് വന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇവിടെ നിധിയെ കാണുന്നില്ലല്ലോ, ഇതൊരു കുടുംബമാണോ? അമ്മായിയച്ഛനും അളിയനും ഒരു മത്സരം വെച്ചതുപോലെയാണ് അഭിനയിച്ച് തകർക്കുന്നത്. എന്നെ പറഞ്ഞാ മതി, അന്ന് അയാള് കാറിൽ കയറിയപ്പോൾ മിണ്ടാതിരുന്നാ മതിയായിരുന്നു. വെറുതെ ഓരോന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൂട്ടിയതല്ലേ ഇതെല്ലാം. ദൈവമേ, ഇന്നിവിടെ 4 ദിവസം ഇവരുമായിട്ട് വഴക്കിനൊന്നും പോകാതെ എങ്ങനെയെങ്കിലും ആ 4 ദിവസം ഒന്ന് കഴിഞ്ഞു ഓടണം. അതിനുള്ള ക്ഷമ എനിക്ക് തരണേ. പെട്ടെന്ന് സുധീഷ് ശ്രദ്ധിക്കുകയാണ് ചുവരിലിരിക്കുന്ന നിധിയുടെ ഫോട്ടോ. അരികിലേക്ക് ചെന്ന് സുധീഷ് പറയുന്നു, എന്ത് ഭംഗിയായിട്ട് നിധി ചിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കിടയിലും എനിക്ക് ഒരേ ഒരു ആശ്വാസം, നിധിയുടെ ഒപ്പം ഈ റൂമിൽ കഴിയുന്നത്. ഒരുപാട് സമയമല്ലോ, നിധി ഇതുവരെ റൂമിലേക്ക് വന്നില്ലല്ലോ. തുടർന്ന് സന്തോഷത്തോടു കൂടി സംസാരിച്ച ഹാളിലിരിക്കുകയാണ് രാജീവും ഹേമയും അരുണും. ഈ സമയം വെള്ളവും എടുത്തുകൊണ്ട് നിധി റൂമിലേക്ക് പോവുകയാണ്. ഇത് കണ്ട അരുൺ അച്ഛാന്ന് വിളിക്കുമ്പോൾ രാജീവ് പറയുന്നു, മോളെ നിധി ഇങ്ങോട്ട് വന്നേ. അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, എന്താ അച്ഛാ, രാത്രി സമയത്ത് നിങ്ങളെല്ലാവരും എന്താ സംസാരിക്കുന്നത്? കയ്യിൽ പിടിച്ച് രാജീവ് പറയുന്നു, വാ നീ ഇവിടെ വന്നിരിക്കെ. എന്താ അച്ഛാന്ന് ചോദിച്ച് നിധി അവിടേക്ക് ഇരിക്കുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, മോളെ നിധി നീ സന്തോഷമായിട്ടിരിക്കുന്നോ? എന്താ അച്ഛ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, അല്ല മോളെ, ഈ ജീവിതം നീ തിരഞ്ഞെടുത്തതാ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോട്ടെന്ന് കരുതി വിടാൻ പറ്റില്ലല്ലോ. നിനക്കൊരു വിഷമം വന്നാൽ എനിക്കിത് താങ്ങാൻ പറ്റുമോ മോള് പറ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നീ ആ വീട്ടിൽ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? നിധി പറയുന്നു, ഞാൻ ആ വീട്ടിൽ നല്ല സന്തോഷമായിട്ടാണ് കഴിയുന്നത്. എന്നെ അവരെല്ലാവരും നന്നായി നോക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിലും എല്ലാവരും എന്നോട് നല്ല സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്. എന്നെ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. എനിക്കൊരു പ്രശ്നം വന്നാൽ അവരെല്ലാവരും എന്റെ ഒപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സന്തോഷമായിട്ട് അച്ഛ അവിടെ കഴിയുന്നത്. ഇത് കേട്ട് കണ്ടു നിറങ്ങിയ രാജീവ് പറയുന്നു, ശരി മോളെ, മറ്റുള്ളവർ നിന്നെ മനസ്സിലാക്കിയതിന്റെ അത്രയും പോലും അച്ഛൻ നിന്നെ മനസ്സിലാക്കിയില്ല അല്ലേ? അപ്പോൾ നിധി പറയുന്നു, അങ്ങനെയല്ല അച്ഛ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അച്ഛൻ ചോദിച്ചതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. കരഞ്ഞുകൊണ്ട് രാജീവ് പറയുകയാണ്, ഇല്ലടാ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. സൂര്യയെ കല്യാണം
കഴിക്കില്ലെന്ന് നീ ഒരുപാട് തവണ എന്നോട് പറഞ്ഞു. സൂര്യയുമായുള്ള കല്യാണത്തിന് ഇഷ്ടമല്ലാന്ന് നീ പറഞ്ഞിട്ടും ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ആ കല്യാണം നടത്താൻ ഞാൻ പിടിവാശി പിടിച്ചതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഈ വീട് വിട്ടു പോകാൻ തീരുമാനം എടുത്തത്. ഒരുപക്ഷെ നീ പറഞ്ഞത് കേട്ട് ഈ കല്യാണം ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നേനെ. കയ്യിൽ പിടിച്ച നിധി ചോദിക്കുന്നു, എന്താ അച്ഛ ഇത്? എന്തിനാ അച്ഛൻ പഴയതെല്ലാം ഓർത്ത് ഇങ്ങനെ കരയുന്നത്? ഹേമ ചോദിക്കുകയാണ്, രാജീവേട്ട എന്താ ഇത്? നിധി വന്നില്ലേ പിന്നെന്താ? അവൾ രാജീവ് പറയുകയാണ്, അതല്ല ഹേമേ, മനസ്സിന് നല്ല വിഷമമുണ്ട്. ഒരു നല്ല അച്ഛനായിട്ട് ഞാൻ നിധിയെ മനസ്സിലാക്കിയില്ല എന്ന് തോന്നുന്നു. നിധിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് ഞാൻ കാണിച്ചിരുന്നെങ്കിൽ നിധി ഉറപ്പായിട്ടും സുധീഷിനെ പറ്റി എന്നോട് പറഞ്ഞേനെ. അഭിമാനവും മന്ദസും ഒന്നുമല്ല, എന്റെ മകളുടെ സന്തോഷമാണ് എനിക്ക് വരുതെന്ന് കരുതി സുധീഷിന്റെയും നിധിയുടെയും കല്യാണം നടത്തണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ എന്റെ മോളെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. സോറി മോളെ. കയ്യിൽ പിടിച്ച നിധി ചോദിക്കുന്നു, അച്ഛ എന്തിനാ ഇപ്പം സോറി ഒക്കെ പറയുന്നത്? ഹേമ പറയുകയാണ്, നിധി നിന്റെ അച്ഛൻ ഒരുപാട് മാറിപ്പോയി. നിന്നോടിപ്പം നിന്റെ അച്ഛൻ ഒരു ദേഷ്യവും ഇല്ല. നിധിയുടെ തീരുമാനം ശരിയായിരുന്നു. ഞാൻ ആ തെറ്റ് ചെയ്തെന്നാ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നത്. ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നടന്ന കല്യാണം നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഭംഗിയായിട്ട് നടത്താമായിരുന്നു എന്ന് എപ്പോഴും എന്നോട് പറയും. പെട്ടെന്ന് നിധി ഓർക്കുകയാണ് സാന്ദ്രയുടെ വാക്കുകൾ. നിധിയുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് അച്ഛനോട് പറ. എങ്ങനെയാണ് കല്യാണം നടന്നതെന്ന് അച്ഛൻ അറിഞ്ഞാൽ അച്ഛന് നിന്നോടുള്ള ദേഷ്യവും വിഷമവും എല്ലാം മാറും. എല്ലാം പഴയതുപോലെയാകും. തുടർന്ന് നിധി മനസ്സിൽ പറയുന്നു, അച്ഛനോട് സത്യം പറഞ്ഞാലോ? വേണ്ട, സത്യം പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാനാ? നടന്നതൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിധി ആലോചിച്ചിരിക്കുമ്പോൾ ഹേമ നിധി എന്ന് വിളിക്കുകയാണ്. നിധി ഇത് ശ്രദ്ധിക്കുന്നില്ല. തട്ടി വിളിച്ചുകൊണ്ട് രാജീവ് ചോദിക്കുന്നു, മോളെ നിധി, അമ്മ വിളിക്കുന്നു, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല അച്ഛാന്ന് നിധി പറയുമ്പോൾ അരുൺ പറയുകയാണ്, അച്ഛ അത് വിട്. എന്തിനാ അവളോട് ഇങ്ങനെ കരങ്ങോട്ട് സംസാരിക്കുന്നത്? ഇപ്പം നിധി നമ്മുടെ അരികിലേക്ക് വന്നില്ലേ, ഇനി നമ്മുടെ നിധി നമ്മളെ വിട്ട് എങ്ങും പോകില്ല. ഇത് കേട്ട് നിധി ചോദിക്കുകയാണ്, ഇതെന്താ അരുണേട്ടൻ ഇങ്ങനെ പറയുന്നത്? ഇനി ഞാൻ ഇവിടെ താമസിക്കാൻ പോകുന്നത് പോലെ 4 ദിവസം കഴിയുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും. ഇന്റർവ്യൂസ് ഒക്കെ ഒരുപാടുണ്ട്. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, മോളുടെ കഴിവിന് നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലി തന്നെ കിട്ടും. അപ്പോൾ അരുൺ പറയുകയാണ്, എനിക്കറിയാവുന്ന ചില കമ്പനികളുണ്ട് അവിടെ, ഞാൻ റെഫർ ചെയ്യാം. റെഫറൻസ് ഉണ്ടെങ്കിൽ നിനക്ക് ജോലി ഈസി ആയിട്ട് കിട്ടും. ഇത് കേട്ട് നിധി പറയുകയാണ്, ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. 2 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. റെഫറൻസിൽ വന്ന ആർക്കും ആ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ക്ലിയർ ചെയ്തു. ജോലി കിട്ടിയെന്ന് ഉറപ്പിച്ച് സന്തോഷമായിട്ട് HR റൗണ്ടിന് പോയി. ഞാൻ അവിടെ ഞാൻ ആരെയാ കണ്ടേന്നറിയുമോ? ആരേന്ന് അരുൺ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സൂര്യ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, സൂര്യയോ? അവൻ എങ്ങനെ അവിടെ വന്നു? നടന്ന കാര്യങ്ങളെല്ലാം നിധി അവരോട് പറയുകയാണ്. എല്ലാം കേട്ട രാജീവ് പറയുന്നു, അരുണേ, ആ സൂര്യയെ വിളിച്ചൊന്ന് സംസാരിക്കണം. അവൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്തിനാ ആവശ്യമില്ലാതെ എന്റെ മോളുടെ കാര്യത്തിൽ ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? അരുൺ പറയുന്നു, ശരി അച്ഛാ, ഞാൻ അവനോട് സംസാരിക്കാം. ഇനി സൂര്യ നിധിയുടെ കാര്യത്തിൽ ഇടപെടില്ല. നിധിയെ തലോടിക്കൊണ്ട് രാജീവ് പറയുന്നു, മോള് വിഷമിക്കണ്ട, ഇനി അവൻ മോളുടെ കാര്യത്തിൽ ഇടപെടില്ല, അച്ഛൻ നോക്കിക്കോളാം. ഇത് കേട്ട് നിധി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ നിധി വരുന്നതും കാത്ത് റൂമിലിരിക്കുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, നിധി എന്ത് ചെയ്യുക? ചെന്നത് നോക്കിയാലോ? അങ്ങനെ സുധീഷ് റൂമിന് പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഹോളിലേക്ക് വരുന്ന സുധീഷ് കാണുകയാണ് വളരെ സന്തോഷത്തോടുകൂടി രാജീവിനോടും ഹേമയോടും അരുണിനോടും സംസാരിച്ചിരിക്കുന്ന നിധിയെ. പുഞ്ചിരിച്ച് സ്നേഹത്തോടുകൂടി നിധിയെ ഒന്ന് നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി റൂമിലേക്ക് പോവുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്